ഹലോ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് എൻ്റെ 2024 വൺ ഓഫ് ദി ഡെയറിങ് ആയിട്ടുള്ള ട്രാവലാണ്. ഈ വീഡിയോ വ്ളോഗ് ഞങ്ങളുടെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ കണ്ണടയ്ക്കണം, ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണം എന്ന് ഡിസ്ക്ലെയിമർ ഇവിടെ പറയുന്നു. ദിസ് ഇസ് നീതുമോൾ. ഞാനും നീതുവും കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 2019 ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജിൽ നിന്ന് തന്നെ ഒരേ കമ്പനിയിലോട്ടിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 9 കൂടുതൽ വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ പോകെ അടുത്ത ഓരോ സെഗ്മെൻറ്റിൽ പറയാം. എന്നാൽ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇന്നേ വരെ കൊച്ചു കാണാത്ത എൻ്റെ നീതുമോളുവിനെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ മെയിനായിട്ട് ഉള്ള കൊച്ചി ട്രേഡ് പോയിൻ്റ് എന്ന് പറയുന്ന 2-3 സ്ഥലത്ത് കൊണ്ടുപോയും അവിടുത്തെ 2-3 ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു യാത്രാ വ്ളോഗാണിത്. ഞാനും അവളും വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ അതിന് തന്നെ വാട്ടർ മെട്രോ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങൾ പോയി നിന്നത് വാട്ടർ മെട്രോ ഇറങ്ങിയിട്ട് അവിടുന്ന് ജങ്കാർ കയറാനാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ജങ്കാർ കയറുന്നത്. 2 രൂപ 4 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് രാത്രിയിൽ വഴി അറിയാണ്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ജങ്കാർ കടന്ന് പോകണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ജങ്കാറിന് വേണ്ടി കാത്തു നിന്ന് അപ്പുറത്തെ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിൽ പോകാനായിട്ടുള്ള ഒരു ഡിസിഷനിലാണ് ഞങ്ങൾ എത്തിയത്. ബേസിക്കലി ഞങ്ങൾ കൊച്ചി കാണുക എന്നുള്ളൊരു മെയിൻ അജണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് സമയമുള്ള സ്ഥിതിക്ക് കൊച്ചി ഒന്ന് കറങ്ങി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിൽ പോകാം എന്ന രീതിയിലായിരുന്നു ഈ പ്ലാനിങ് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഞാൻ നീതുവിനെ കൊണ്ട് കാണിച്ചത് വൺ ഓഫ് ദ ഐഡൻറ്റിഫൈങ് സ്പോട്ടാണ്, കാശി കഫേയാണ്. ഇവിടുത്തെ ഒരു നൈസ് ചോക്ലേറ്റ് കേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാണ്. ആദ്യം അതിൻ്റെ ആംബിയൻസൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ മെനു ഒക്കെ കൈ കൊടുത്ത് ചുമ്മാ ഒരു ചിൽ ഡേറ്റിംഗ് മാതിരി 2 സിംഗിൾ പസങ്കയുടെ ഡേറ്റിംഗ് ഡേയ്സ് ആൻഡ് ടൈം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെയിനായിട്ട് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് ആ ഓർഡർ ചെയ്ത സാധനം ഞങ്ങൾ കൈ കിട്ടി. ഞാനിത് ഓൾറെഡി കഴിച്ചിട്ടുള്ള സാധനമാണ്. എന്നോട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ബട്ട് ദെൻ ലേറ്റർ നീതുമോൾ അത് കഴിച്ചു. അവൾക്കും ഇഷ്ടപ്പെട്ടു. അതൊരു ഹെവി ഐറ്റം ആയിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഏകദേശം ഫില്ലായി. ആൻഡ് ഐ വാസ് പ്രിറ്റി ഷുവർ അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെയും ഒരു ഹെവി ഫീൽ നമുക്ക് തോന്നും എന്ന് നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഈ മെയിൻ പ്ലാനർ ഇത് ഫുൾ ഓർഗനൈസ് ചെയ്തത് എല്ലാം എൻ്റെ സ്വന്തം കഴിവാണ്. എനിക്കറിയില്ല, ഇപ്പോഴും ഐ എം ജസ്റ്റ് സർപ്രൈസ്ഡ്. ഈ വീഡിയോസൊക്കെ കാണുമ്പോഴും നീതു എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് എൻ്റെ കൂടെ ഇറങ്ങി വന്നേന്ന്. ഒരു ട്രിപ്പ് പോകാമോ എന്ന് ചോദിച്ചു. പോയി കളയാം എന്നുള്ള ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഒരു ഒറ്റ മൈൻഡ് വന്ന ഒരു സ്പോണ്ടേനിയസ് ട്രാവൽ പ്ലാനാണിത്. അതുകൊണ്ട് തന്നെ കൊച്ചി എനിക്കും വലിയ എന്താ പറയുക മെമ്മറബിൾ ആയിട്ട് ഒരുപാട് ട്രാവൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഉള്ള ഓരോ ട്രാവലിൽ നിന്നും ഞാൻ പോയിട്ടുള്ള മാൻഡേറ്ററിലി കാണേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ച വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇതിനെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ ട്രെയിൻ കയറാനുണ്ടായിരുന്നു. സോ ആ ഒരു സ്ഥലത്ത് മാത്രം ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിടിക്കാനാണ് പോയത്.